വടക്കേക്കാട് തണൽ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം ജനകീയമാക്കുന്നതിനു വേണ്ടി തണൽ കുടുംബസംഗമം നടത്തി. നാടിന് തണലൊരുക്കാൻ ഒരുമിച്ചിറങ്ങാം എന്ന മുദ്രാവാക്യമുയർത്തി നടന്ന തണൽ കുടുംബസംഗമം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ വടക്കേക്കാട് തണൽ ഡയാലിസിസ് സെന്ററിൽ നടന്ന സംഗമത്തിൽ വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റും സ്വാഗത സംഘം ചെയർമാനുമായ NMK നബിലിന്റെ അധ്യക്ഷതയിൽ തണൽ കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഇദ്രീസ് മുഖ്യപ്രഭാഷണം നടത്തി. തണൽ സോഷ്യൽ വർക്ക് HOD ബൈജു അയടത്തിൽ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, പുന്നയൂർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, വാർഡ് മെമ്പർ ബീന സുരേന്ദ്രൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ്, ഡോക്ടർ KH അബ്ദുൾ ലത്തീഫ്, ICA വടക്കേക്കാട് പ്രസിഡന്റ് OM മുഹമ്മദ് അലി, തണൽ പ്രസിഡന്റ് KV അബ്ദു, ജനറൽ സെക്രട്ടറി ലത്തീഫ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിന് കീഴിലുള്ള തണൽ ഡയാലിസിസ് സെന്റർ 1.5 വർഷമായി വടക്കേക്കാട് പ്രവർത്തനം നടത്തിവരുന്നുണ്ട്. രാജ്യത്ത് 17 സംസ്ഥാനങ്ങളിലായി വിവിധങ്ങളായ ആരോഗ്യ, വിദ്യാഭ്യാസ, ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ 22 പദ്ധതികൾ ജനകീയ സഹകരണത്തോടെ 17 വർഷമായി തണൽ നടത്തിവരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി വടക്കേക്കാട് തണൽ ഡയാലിസിസ് സെന്ററിന്റെ നേതൃത്വത്തിൽ വടക്കേക്കാട്, പുന്നയൂർ, പൊന്നിയൂർക്കുളം, മറ്റ് സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നായി 20 വൃക്കരോഗികൾക്ക് സൗജന്യമായും വളരെ കുറഞ്ഞ നിരക്കിലും ഇവിടെ ഡയാലിസിസ് ചെയ്തു വരുന്നുണ്ട്. നിലവിൽ 15 ഡയാലിസിസ് മെഷീൻ പ്രവർത്തിപ്പിക്കാനുള്ള സൗകര്യമുണ്ടെങ്കിലും 5 മെഷീൻ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇനിയും ഇതിനായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തണൽ ഭാരവാഹികൾ. തണൽ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം നൂറുകണക്കിന് വരുന്ന രോഗികൾക്ക് അതിന്റെ പേര് പോലെ തന്നെ തണലും അഭയവും നൽകുന്ന ഒന്നാണ്. പക്ഷെ ഇത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല മനസ്സുള്ള ആളുകളുടെ അകമഴിഞ്ഞ പിന്തുണ ഇത്തരമൊരു സംവിധാനത്തിന് ഉണ്ടാകണം. ആ കാര്യത്തിൽ ചെയ്യാൻ കഴിയാവുന്ന എല്ലാവരും, എല്ലാ സംവിധാനങ്ങളും ആ സഹായങ്ങൾ ചെയ്യണം. CCTV ന്യൂസ്, പൊന്നിയൂർക്കുളം.